നമുക്കൊരു സ്റ്റേക്ക് ഉണ്ടാക്കിയാലോ, ബീഫ് സ്റ്റേക്ക്. അതിന് ആവശ്യമായ സാധനങ്ങൾ: സ്റ്റേക്കിന് കട്ട് ചെയ്ത ബീഫ് വേണം, റോസ്മേരി, ബട്ടർ, ഇത്രയും സാധനം മതി. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ലുലുന്ന് ഒരു ബീഫ് മിനിറ്റ് സ്റ്റേക്ക് മസാല മേടിച്ചിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഇതൊരു നോൺ മസാലയാണ്, ബീഫ് എയർ റൗണ്ട് സ്റ്റേക്ക്. പിന്നെ അമുലിൻ്റെ ക്യൂബാണ്, ബട്ടർ ക്യൂബ്സ്. ഇത് സോൾട്ടഡ് ആണ്, അപ്പോൾ സോൾട്ടിൻ്റെ ആവശ്യം ബീഫിന് കുറച്ച് മതി. പിന്നെ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് റോസ്മേരിയാണ്, അത് കുറച്ച് ഇടാൻ വേണ്ടി. അപ്പം അടുപ്പ് കത്തിക്കാം, പാൻ വയ്ക്കാം. പാൻ ഒരു ചെറിയ പരന്ന പാൻ എടുക്കുക. അപ്പോൾ ബീഫ് ഇതിലോട്ട് ഇട്ടിരിക്കുകയാണ്. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഓൾറെഡി ബട്ടറാണ് സോൾട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റോസ്മേരി ഇട്ട് കൊടുക്കുക. കുരുമുളക്, കണ്ടോ, എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ ബീഫ്. ആഹാ, എന്നാ ടേസ്റ്റാ. കഴിച്ചു നോക്കിയിട്ട് പറയാം. റെഡി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഓവർ ഫ്രൈ ആയി കഴിഞ്ഞാൽ റബ്ബറി ആയി പോകും. ബീഫ് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് ബട്ടർ അതിലോട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കൊടുത്ത്. ഓ, വെരി ഗുഡ്. ഫൈനൽ ലുക്ക് ഞാൻ കുറച്ച് പേരയ്ക്കൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എൻ്റെ പൊന്നെ, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി സാധനം. ഇത് ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കാം. വേണ്ടേ? അമ്മ കഴിച്ചില്ല, ഇനിയിപ്പം ഞാൻ കഴിച്ചു നോക്കാം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിപൊളി അടിപൊളി, മസ്റ്റ് ട്രൈ.